ഹൃദയത്തെ തൊട്ട ഒരു കഥ ഉണ്ട്. അതേതാണ്? ഇപ്പോ ഞാൻ ഷാർജ ഇന്റർനാഷണൽ പുസ്തകമേളയിൽ ആണ് എൻ്റെ ആദ്യത്തെ പുസ്തകവുമായിട്ട് 2 പുസ്തകങ്ങളുമായിട്ട് 2019 പോയത്. അപ്പോൾ ഏതാണ് ഏറ്റവും തൊട്ടത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു അമ്മയോട് കുട്ടികൾ ചോദിക്കുന്ന പോലെയാണ്. നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. പക്ഷെ ഒരുപാട് കഥകളിലും ഒരുപാട് മോട്ടിവേഷൻ പുസ്തകങ്ങളിലും പലതും നമ്മളെ ടച്ച് ചെയ്തതുണ്ട്. എനിക്കൊരു കൗതുകം തോന്നിയൊരു കാര്യം, നമ്മളെല്ലാവരും വായനക്കാരും മലിക്ക് എഴുത്തുകാരനും ഒക്കെ ആയതുകൊണ്ട് ഷാർജയിൽ പോയപ്പോൾ ഒരു സ്ത്രീ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങും. എല്ലാ വർഷവും വരും. പിന്നെ അവർ വരും, ഒരു ബാഗ് നിറയെ പുസ്തകം ഉണ്ടാവും. ലിബിയിൽ നിന്ന് മാത്രമല്ല, മറ്റ് മാക്ബത്ത് നിന്നാവട്ടെ, അല്ലെങ്കിൽ DC നിന്നാവട്ടെ, മാതൃഭൂമി, എല്ലാ പുസ്തകശാലയിൽ നിന്ന്. അപ്പം നമ്മുടെ സ്റ്റാളിൽ വരുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഒരു 10-20 പുസ്തകം ഉണ്ടാവും. അപ്പം ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ 2 വർഷമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പം അന്ന് കുറേ പുസ്തകങ്ങൾ വാങ്ങി. എന്നിട്ട് പിന്നെ എന്നോട് ചോദിക്കും, എൻ്റെ പുസ്തകങ്ങൾക്ക് പുറമെ വേറെ ഏതാണ് ഈ വർഷത്തെ നല്ല പുസ്തകം. അങ്ങനെ ഒരു 4-5 വർഷമായപ്പോൾ ഞാൻ അവരോട് ഒരു ദിവസം പറയാണ്, നിങ്ങളെ എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നു. കാരണം ഇത്ര പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങുകയാണ്. ബാഗ് നിറയെ പുസ്തകങ്ങൾ. എൻ്റെ 4 ഒരുമിച്ച് വാങ്ങും ചിലപ്പോൾ. പിന്നെ ഞാൻ പറയുന്ന പുസ്തകങ്ങൾ വാങ്ങും. അപ്പോൾ ഇത്ര വലിയൊരു പുസ്തക ആരാധികയെ, വായനക്കാരിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ പലരും വരും, പുസ്തകം വാങ്ങും, പോകുന്നല്ലാതെ. എന്താണ് ഇത്ര വലിയ ഇഷ്ടം പുസ്തകത്തിനോടെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു സത്യമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. താങ്ങാൻ ബാക്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീണ് പോയിരുന്നു, ബോധം കെട്ടുമായിരുന്നു. അവരെന്നോട് പറയാണ്, ഇതിലൊരു പുസ്തകവും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, ഇന്നേ വരെ വായിച്ചിട്ടില്ല, അലമാറയിൽ കൊണ്ടുവെക്കുന്നവർ. അപ്പോ ആ ഒരു വളരെ സത്യസന്ധയാണ്. അതെ, ഈ വർഷവും ഇപ്പൊ അവരെ കാണാൻ സാധ്യതയുണ്ട് ഞാൻ. അപ്പൊ ആ ഒരു പിന്നെ വാക്കിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കഥ ആണ് മനുഷ്യരുടെ ശല്യമില്ലാത്തൊരിടത്ത് എന്ന് പറയുന്ന കഴിഞ്ഞ പുസ്തകത്തിലെ ശ്വാസത്തിന് നൂലറ്റത്ത് എന്ന പുസ്തകത്തിലെ കഥ. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഒരുപാട് കുട്ടികളുടെ വസ്ത്രങ്ങൾ വാങ്ങാൻ വരുന്ന ഒരു അമ്മയുടെ കഥയാണത്. അവർക്ക് അവിടെ എന്തോന്നുണ്ട്, ആ തുണി, ആ ടെക്സ്റ്റൈൽ ഷോപ്പ് നിൽക്കുന്ന സ്ഥലം അവരായിട്ട് എന്തോ ഒരു പ്രാധാന്യമുണ്ട്. അവരങ്ങനെ 2 വയസ്സുള്ള കുട്ടിയുടെ ഡ്രസ്സ് 5 വയസ്സ് 10 വയസ്സ് വാങ്ങും. അവസാനം അതിലൊരു നായകൻ, ആ കടയുടെ ഉടമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 3 കുട്ടികളാണോ എന്ന്. അപ്പൊ അവര് പറയുന്ന ഒരു വാക്കുണ്ട്, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണത്. പിന്നെ അവര് പറയുന്നു, ഇനി മേലാൽ ഞാൻ ഈ കടയിൽ വരികയും ഇല്ല എന്ന്. അങ്ങനെ ഒരു കഥ കിട്ടാൻ കാരണം. അപ്പൊ ആ ഒരു കഥ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒരുപാട് കഥകളുണ്ട്. വേണ്ട എന്ന് വിചാരിച്ച് എഴുതിയ കഥകളും ചില പുസ്തകത്തിലുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട്. ഞാൻ മാറ്റണം, അത് ആ കഥയിൽ വേണ്ട എന്ന് വിചാരിച്ച കഥകൾ. ഒരു പുസ്തകത്തിന്റെ ടൈറ്റില് കരളാഴം കടന്ന് കടൽ ദൂരത്തേക്കെന്ന്. ഞാൻ ആ ടൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രം ആ കഥ എഴുതിയതാണ്. അങ്ങനെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ ടൈറ്റിൽ എനിക്ക് ഒരു രക്ഷയില്ല, അത് മാറ്റാൻ എനിക്ക് തോന്നുന്നേ ഇല്ല. ആ ടൈറ്റിലിന് യോജിച്ച ഒരു കഥ ഉണ്ടാക്കണം. അത് പിന്നെ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കടലിലൂടെ ഒക്കെ പോകണം. കടലിലൂടെ നമുക്ക് പലതും അറിയില്ലല്ലോ. അതൊക്കെ എടുക്കണം, ആ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണം. മനുഷ്യരില്ലാത്തൊരു കടല്, ഒരു ദ്വീപ് കണ്ടെത്തണം. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടും സാങ്കേതികം. ചിലപ്പോൾ ഞാൻ എഴുതിയത് പലതുപോലെ ശരിയാവണമെന്നൊന്നുമില്ല. അവസാനം വേണ്ടാന്ന് വെച്ചു. പക്ഷെ എന്നാലും ആ ടൈറ്റില് അതിന്, ആ പുസ്തകത്തിന് ഇടണം എന്നത് കൊണ്ട് മാത്രം, ഒരു പോയറ്റിക് ആയിട്ടുള്ള ടൈറ്റിലാണല്ലോ, കരളാഴം കടന്ന് കടൽ ദൂരത്തേക്ക്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടാതെ എഴുതിയത് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. ആ കഥയാണ് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥ. അതാണ്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. നിങ്ങളെ എഴുത്തില് നിങ്ങളെ സ്വാധീനിച്ചത് ആരാ? എഴുത്തിൽ സ്വാധീനിച്ചത് ഒരുപാട്, നമ്മൾ ഇതിനു മുമ്പ് വായിച്ച ഒരുപാട്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അതാണല്ലോ. എഴുത്തുകാരുടെ ഒരു എന്താ പറയാ, ഒരു സാമ്രാജ്യം തന്നെ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. അങ്ങനെ അവരെഴുതിയ ഒരുപാട് കഥകളുണ്ട്. കെ.ആർ. മീരയെ ഇഷ്ടമാണ്, വൈക്കം മുഹമ്മദ് ബഷീറിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ എനിക്കും ഇഷ്ടമാണ്. MTയെ നമ്മളെ സ്വാധീനിച്ച ആളുകളാണ്. അതൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അവരൊക്കെ നമ്മളെ കഥ കൊണ്ട് കീഴ്പ്പെടുത്തിയതാണ്. അവരുടെയൊക്കെ സ്വാധീനം നമ്മളിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുത്തുകാരനാവാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ പുസ്തക രംഗത്ത് വന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന അന്നേ നാടകങ്ങൾ എഴുതുന്ന ഒരു പരിചയം ഉള്ളത് കൊണ്ട് ഒരു കഥാസന്ദർഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നിയതുകൊണ്ടുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം കൊണ്ട് അങ്ങനെ എഴുത്തുകാരനായി മാറിയതാണ്. വായന തന്നെയാണ് ഏറ്റവും പ്രചോദനമായ കാര്യങ്ങൾ. ഏത് പ്രായം മുതൽ വായന ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വായനയിലേക്ക് നയിച്ച സാഹചര്യം? എൻ്റെ ഒരു നിർഭാഗ്യം, എനിക്കെപ്പോഴും സങ്കടമുള്ള ഒരു കാര്യം, മറ്റു പലതിലും നമുക്ക് സങ്കടം ഉണ്ടാവുമെങ്കിലും എനിക്ക് സങ്കടം തോന്നിയത്, ഞാൻ വായന തുടങ്ങാൻ കുറച്ച് ലേറ്റായി എന്നൊരു അഭിപ്രായം എനിക്ക് തന്നെ സ്വയം വിമർശനപരമായിട്ട് തോന്നാറുണ്ട്.
നമ്മുടെയൊക്കെ ഒരു കോമൺ സുഹൃത്തായിട്ടുള്ള നൗഷാദ് അരീക്കോട്, അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം വായിച്ച കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അതായത് അദ്ദേഹം ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ വായിക്കാറുണ്ടത്. അപ്പം റിലേറ്റീവ് ആയതുകൊണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ കഥകൾ പറഞ്ഞു തരും. ആ കഥകൾ പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു നാടക കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുക, അതിന്റെ എഴുതുന്നതിനെ കുറിച്ചല്ല. പക്ഷെ അവരൊക്കെ സ്കൂളിൽ പഠിക്കണമെന്നും കോളേജിൽ പഠിക്കണമെന്നും വായന തുടങ്ങി. ഞാൻ എൻ്റെ വായന തുടങ്ങിയത് ഏകദേശം ഒരു 30s-ലാണ്. 30 വയസ്സ്. ഈ ഇൻഷുറൻസ് രംഗത്തുള്ള ഓട്ടം ചാട്ടത്തിന് ഇടയിലും പേരൽ കോളേജിൽ നടക്കുന്ന, അപ്പം അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ പരിമിതി എനിക്ക് സങ്കടം തോന്നുന്നത് ഞാൻ കുറച്ച് ലേറ്റായി പോയി. 30 വർഷം ഞാൻ വേസ്റ്റ് ആക്കി എന്ന് തോന്നുന്നുണ്ട്. അല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിന് നേരത്തിന് വൈകി എന്നുള്ളൊരു സംഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏത് കാര്യവും അത് സംഭവിക്കേണ്ട സമയത്തെ സംഭവിക്കും. യെസ്, അതിനുള്ള സാഹചര്യം അപ്പോഴേ ഉപയോഗമുള്ളൂ. അതിലേക്ക് നമ്മൾ എത്തിപ്പെടായി. യെസ്. പുതിയ ഒരു ശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ച് ഈ ഭൂമിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞതാണ്. അതല്ലാതെ നമ്മൾ പുതിയ ഭാവി എന്നൊന്ന് ഇല്ല. ഇതില് ഒരു കവിയെ കുറിച്ച് പറയണല്ലേ, ഒരു കവിയുടെ യാത്ര ആദ്യം ഉണ്ടായിരുന്നല്ല, കവി നടക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് കവിത എന്നാണ് പറയാ. നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വരുന്നതല്ല എന്ന് പറയാം. അതുപോലെയാണ് പറഞ്ഞത്. അപ്പോ പിന്നെ എഴുത്തിന്റെ മേഖലയിൽ ഇപ്പൊ ഏകദേശം ഒരു എസ്റ്റാബ്ലിഷ്ഡ് എഴുത്തുകാരനാണ് സുഹൈൽ. അപ്പൊ ഈ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണഗതിയിൽ പറയുന്ന തരത്തില് അതിന്റെ വിവക്ഷ പലതരത്തിലുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് 4 ആൾ അറിയപ്പെടുന്ന എന്നുള്ളതല്ല, എഴുതിയാൽ അത് വായിക്കാൻ മാത്രം കാമ്പുള്ള എഴുത്തുകാരനാണ് എന്നുള്ള നിലക്ക് വായനക്കാർക്കിടയിൽ ഒരു സ്ഥാനമുണ്ട്. ആ ഇടം സ്വാഭാവികമായിട്ടും പുതിയ എഴുത്തുകാർക്ക് പ്രചോദനവും. ഇങ്ങനെയുള്ള സുഹൈലിന്റെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പപ്പടക്കണ്ണനായാലും ആ കടലാഴം കടന്ന് കടൽ ദൂരത്തേക്ക് എന്നുള്ള കഥയായാലും പിന്നെ ടച്ചിങ് ആയിട്ടുള്ള കുറെ സാധനങ്ങളായിരിക്കും. ഇത് പുതിയ എഴുത്തുകാർക്ക് പ്രചോദനവും, അവർക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കണം. സാധാരണ പിന്നെ ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഉപദേശവും സന്ദേശവും പിന്നെ കൊടുത്തിട്ട് ഒരാള് എഴുത്തുകാരനാവണ്ട, നന്നാവണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. യെസ്. അപ്പം നമ്മുടെ ഉപദേശം കേട്ടിട്ട് ഒരാൾ എഴുതാൻ തുടങ്ങിയാൽ അയാൾ നന്നാവാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം എഴുത്തുകാരൻ എപ്പോഴും പിന്നെ മറ്റുള്ളവരെ ധിക്കരിക്കാനും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ പോവാനും സഞ്ചരിക്കാനും വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കാനൊക്കെ പറ്റുന്ന ആളായിരിക്കണം. ഒരാളെ വാക്ക് കേട്ടിട്ട് ഉപദേശം കേട്ടിട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത്, എഴുത്തുകാരോട് പറയാൻ നമുക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ചെറിയ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നമ്മളൊന്നും ഇപ്പോൾ സീനിയർ ഒന്നും അല്ലല്ലോ, നമ്മൾ എഴുതി തുടങ്ങുകയാണ്, നമ്മളും ചെറുപ്പക്കാരാണ്, നമ്മളും കുട്ടികളാണ് എഴുത്തിൻ്റെ രംഗത്ത്. പക്ഷെ എഴുതാൻ വരുന്നവരോട് പറയാൻ തോന്നുന്നത് നല്ല വായന ഉണ്ടാവട്ടെ. വായന ഉണ്ടാകുന്നതോടൊപ്പം നമ്മൾ എഴുതിയത് നമ്മൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മളെ സംതൃപ്തിപ്പെടുത്താൻ ആ കഥക്ക് അല്ലെങ്കിൽ ആ ചരിത്ര സംഭവത്തിന് അല്ലെങ്കിൽ ആ നാടകത്തിന് അല്ലെങ്കിൽ ആ സാഹിത്യ സൃഷ്ടിക്ക്, നോവലിന് കഴിയുമെങ്കിൽ മാത്രം എഴുതിയാൽ മതി എന്നാണ്. ആദ്യം നമ്മൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുക, നമ്മളെ സംതൃപ്തിപ്പെടുത്താൻ അതിന് പറ്റിയാൽ എഴുതിയാൽ മതി. നല്ല വായന ഉണ്ടാവണം. നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ മനസ്സ് കൊണ്ട് ഒരു പ്രതികരണം, ഒരു വായനക്കാരന്റെ പ്രതികരണം? വായനക്കാരുടെ സാധാരണ മോട്ടിവേഷൻ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒരുപാട് ആളുകൾ, അമ്മമാരും അച്ഛന്മാരും, പാരൻസ് പറയാറുണ്ട്, ഇത് വായിച്ചു കൊടുത്തപ്പോൾ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. രാവിലെ എണീക്കാൻ പറ്റാത്തവർ എണീറ്റു. ഇപ്പൊ നമ്മളൊരു 5 സെക്കൻഡ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേഷൻ രംഗത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ പറയും. നമുക്കൊരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ 5 സെക്കൻഡേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അമേരിക്കയിലെ മെൽ റോബിൻസ് എന്ന് പറയുന്ന ഒരു പിന്നെ സിനിമാ സംവിധായകയും എന്റർപ്രണറും പറഞ്ഞ വാക്കാണത്. അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്, 5 സെക്കൻഡ് റൂള്. അപ്പൊ ഇതൊക്കെ വായിച്ചിട്ട് 5 സെക്കൻഡിനുള്ളിൽ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ മോൾക്ക് കഴിഞ്ഞു, മോന് കഴിഞ്ഞു എന്നൊക്കെ പറയുകയും, അതുപോലെ തന്നെ കഥകൾ വായിച്ചിട്ട് ഇത് എൻ്റെ കൂടി കഥയാണ്, ഇത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ കുറെ കരഞ്ഞു. പിന്നെ പറയും ചിലര് അതിന്റെ അവസാനം അങ്ങനെ ആവേണ്ടിയിരുന്നില്ല, അയാളെ കൊല്ലേണ്ടിയിരുന്നില്ല, അങ്ങനെ അവസാനിപ്പിക്കണമായിരുന്നോ, പോസിറ്റീവായിട്ട് അവസാനിപ്പിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് പിന്നെ മെസ്സേജുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏത് വർഷമാണ് ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത്? പുസ്തകം ആദ്യത്തെ 2016-ലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം മിടുക്കരാവാൻ 100 നല്ല പാഠങ്ങൾ പ്രസിദ്ധീകരിച്ചത്. 10 വർഷത്തിന്റെ അടുത്ത് 14 പുസ്തകങ്ങൾ അല്ലേ? അതെ അതെ. നിരന്തരമായ എഴുത്താണ്. അതെ അതെ.
എഴുത്തിന്റെ ഈ നൈരന്തര്യം എന്നുള്ളത് അത് എന്താ വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു എന്താ ഒരു സപര്യ പോലെ പൂക്കാതിരിക്കാൻ എനിക്കാവില്ല കണിക്കൊന്നല്ലേ എന്ന് പറഞ്ഞതുപോലെ. വേറെ ഇതിന്റെ ആ കണിക്കൊന്നക്ക് പകരം ബാലേന്ദ്ര മേനോന്റെ എന്താ അണിയാത്ത വളകൾ എന്നാണ് സിനിമയില് ഒരു സുകുമാരന്റെ ഡയലോഗ് ഉണ്ട്. അതായത് കോളേജിലെ മെഡിക്കൽ കോളേജിലെ യുവജനോത്സവത്തില് ഒരു പെൺകുട്ടി പാട്ട് പാടുമ്പോ കൂക്കി, ആ കൂവി പരിപാടി കലക്കി. അപ്പൊ പ്രിൻസിപ്പാള് വിശദീകരണം ചോദിക്കാം. അയാളെ മറുപടി ആവുന്നത്ര ശ്രമിച്ചു നോക്കി പോവാതിരിക്കാൻ, പക്ഷെ എങ്ങനെ പോവാതിരിക്കാൻ. ഇതാണ്. അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ ഇതാക്കി. പക്ഷെ ഞാൻ സുഹൈലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ നിരീക്ഷണ പാഠവും ഈ ക്യാരക്ടർ റീഡിങ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഉള്ള എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് എഴുതാതിരിക്കാൻ കഴിയില്ല. കാരണം മനസ്സിൽ ഉടക്കുന്ന കാര്യങ്ങളെ അവനെ ആവിഷ്കാരിക്കാൻ പ്രതിഫലിപ്പിക്കണം. ഒന്നുകിൽ അഭിനയത്തിലൂടെ, കഥാപാത്രങ്ങളിലൂടെ. അത് രണ്ട് ഭാഷ സുഹൈലിനുണ്ട്. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങളെ ഭാഷ മാത്രമേ ഉള്ളൂ. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ശരീരവും ആവിഷ്കാരത്തിന്റെ മറ്റൊരു സാധ്യത. രണ്ട് നിലക്കാവുമ്പോഴും ഒബ്സർവേഷൻ കൂടുതൽ ഫലപ്രദമായിട്ട് ആവിഷ്കരിക്കാൻ പറ്റുന്ന ആളാണ് സുഹൈൽ. അപ്പം ഈ ഒരു ഇതില് സുഹൈലിന്റെ പുതിയ, അതായത് എനിക്ക് തോന്നുന്ന സുഹൈല് എഴുത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അവിടെ കൂടുതൽ സാന്നിധ്യം അറിയിക്കാനുള്ള കാരണങ്ങളിലൊന്ന് നാടകത്തിന്റെ ഇപ്പോഴത്തെ കാലത്തെ ഒരു പ്രയാസം, അത് ആ ഒരു സ്റ്റേജ് ചെയ്യാനുള്ള ഒരു പ്രയാസവും അതിന്റെ പ്രേക്ഷകരും ഒക്കെ തുലം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സമയത്ത് എഴുത്തിന് കൂടുതൽ സാധ്യതയും ആവിഷ്കാരത്തിന്റെ പുതിയ മേഖല അതായിരിക്കാണ് നല്ലത് എന്നുള്ളതും ഒരു സ്വാഭാവികമായ ഷിഫ്റ്റ് അങ്ങനെ വന്നതാണ്. അപ്പം ഈ എഴുതാതിരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എഴുത്ത് ഒരു സപര്യയായി കൊണ്ടു നടക്കുന്ന സുഹൈലിന്റെ അടുത്ത രചന ഏത് തരത്തിലുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ വർഷത്തെ എൻ്റെ പ്രതീക്ഷ അങ്ങനെയാണ്. ഷാർജ പുസ്തകമേള നവംബറിൽ തുടങ്ങാൻ പോവുകയാണ്. 2 പുസ്തകങ്ങൾ ഈ വർഷവും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നൊരു മോട്ടിവേഷൻ പുസ്തകവും, രണ്ടാമത്തത് ഒരു കഥാസമാഹാരവും. ആ കഥാസമാഹാരത്തിൻ്റെ പണി ഏറെക്കുറെ ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കവർ ഡിസൈനിങ് വർക്കിൽ ഇപ്പം നടക്കുകയാണ്. അനുരാഗിണി ഇതായൻ എന്നാണ് ആ കഥാസമാഹാരത്തിന് പേര് നൽകിയത്. എഴുത്തിൽ എന്നെ ഏറ്റവും പ്രചോദിപ്പിച്ച 3 പേര് നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ ആരാണ് പ്രചോദനം എന്നത്. അങ്ങനെ ഒരാളെ പറയുകയാണെങ്കിൽ ഒന്ന് പോച്ചൽ ഖാദറാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ. അതുമായിട്ടൊരു ബന്ധമുള്ള ഒരു പാട്ടുകാരൻ്റെ കഥ കൂടി ആയതുകൊണ്ട്. രണ്ടാമത്തത് PK ഗോപി സാറാണ്. മറ്റൊന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ്. അപ്പോൾ അനുരാഗിണി ഇതായൻ ആ പുസ്തകവും ഒപ്പം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മോട്ടിവേഷൻ പുസ്തകവും. അതിനിപ്പോൾ തൽക്കാലം കുടുംബം തണലും തലോടലും എന്ന പേരാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ പേരൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 പുസ്തകങ്ങളാണ് അവസാനത്തെ ഇപ്പോൾ വരാൻ പോകുന്ന രചനകൾ. എന്നാണ് നിങ്ങളിൽ നിന്നൊരു വലിയ ക്യാൻവാസിലുള്ള ഒരു നോവൽ? പലരും ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നോവൽ. ആരാണ് പറഞ്ഞത്? പിന്നെ രാമനുണ്ണിയാണോ എന്ന് എനിക്കറിയില്ല. 3 വർഷം ചെറുകഥാകൃത്തായിട്ട് ജോലി ചെയ്തിട്ട് കിട്ടുന്ന പ്രൊമോഷനല്ല നോവൽ എഴുത്ത് എന്നുള്ളത്. നോവൽ എഴുത്ത് കഥക്ക് ഒരു ഭാവം മതി, ഒരു ഭാവം ഒന്ന് പൊലിപ്പിച്ചാൽ മതി. എന്നാൽ നോവലാകുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് ഭാവങ്ങൾ, അതിൻ്റെ വലിയൊരു ക്യാൻവാസ് നോവലിനുണ്ട്. ചോദ്യത്തിൽ തന്നെ ക്യാൻവാസ്, വലിയ ക്യാൻവാസ്. അതെ. അപ്പൊ അങ്ങനെ ഒരു തലത്തിലേക്ക് നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഒരു നോവലിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു. നോക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നിങ്ങളെ അടുത്ത നോവലിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വളരെ രസകരമായിട്ട് നടത്തിയ മലിക്കിന് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ചാനലിൻ്റെ എല്ലാമായ നമ്മുടെ കൃഷ്ണൻ ഉണ്ണീസ്, പിന്നെ ചാനലിൻ്റെ മേധാവികൾക്കും അതിൻ്റെ ആളുകൾക്കും, കൃഷ്ണനുണ്ണി മാഷക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി. താങ്ക് യു വെരി മച്ച്.